സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടയിൽ 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണിത്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. ആജ്ഞ തന്നെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, പലയിടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഗതാഗതം ആകെ താറുമാറായിരിക്കുകയാണ്. ട്രെയിനുകൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മലയോര മേഖലയിലെ ഈ പ്രശ്നങ്ങളൊക്കെ മറ്റൊരു വിധത്തിൽ തുടരുന്നുണ്ട്. മരങ്ങളുള്ള എല്ലായിടത്തും ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് തോന്നുന്നു ഇത്തവണ ഈ ശക്തമായ കാറ്റ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഇന്നലെ വലിയ മരം വീണിട്ടാണ്, ആൽമരം വീണിട്ടാണ് കൊച്ചിയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ആലുവ അമ്പാട്ടുവയൽ സ്ഥലത്ത് വലിയ ആൽമരം കടപുഴകി ട്രാക്കിലേക്ക് വീഴുകയും 2 റെയിൽവേയിലെ വൈദ്യുത ലൈനുകൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രെയിൻ സമയത്തിൽ പലതിലും മാറ്റമുണ്ടെന്നാൽ രാത്രിയിൽ ഉള്ള ട്രെയിനുകളൊക്കെ പാസഞ്ചർ പോലെയുള്ള, അതായത് ചെറിയ ദൂരത്തോടുന്ന ട്രെയിനുകളൊക്കെ രാത്രിയിലത്തെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും പുറപ്പെടേണ്ട ട്രെയിനുകളും പുറപ്പെട്ടിട്ടില്ല. കാരണം വൈദ്യുത ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 6:15 പുറപ്പെട്ടിരുന്ന ട്രെയിനിന് 9:15 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ സമയത്തിൽ മൊത്തത്തിൽ മാറ്റമുണ്ട്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ വലിയ മരങ്ങൾ ഇപ്പോൾ കൊച്ചി സിറ്റിയുടെ ഒരു സ്വഭാവം ആണ് മൊത്തത്തിൽ. അല്ലെങ്കിൽ പോലും സിറ്റി ആയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ മരങ്ങളുണ്ട്. അത് ഏത് സമയവും കടപുഴകി വീഴാവുന്ന തരത്തിലുള്ള മരങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും അങ്ങനെ ഈ കേടായി നിൽക്കുന്ന മരങ്ങൾ എന്നുള്ളതല്ല, അത്ര ശക്തമായ കാറ്റും മഴയും തന്നെയാണ്. കാറ്റ് അതിശക്തമാണ്. കാരണം ഈ കാറ്റത്താണ് ഈ മരങ്ങളെല്ലാം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. മലയോര മേഖലയിലെയും സ്ഥിതി മോശമല്ല. കാരണം ഈ പറഞ്ഞതുപോലെ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ ശരിക്കും ചപ്പാത്തൊക്കെ വെള്ളത്തിൽ കയറുന്ന ഒരു സാഹചര്യം. അതുപോലെ കുട്ടമ്പുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ പൂർണ്ണമായും അത് തുരുത്തു തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ന്യൂനമർദ്ദം ഇനി വരുന്ന 5 ദിവസങ്ങളിൽ കൂടി വലിയ ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യതയുള്ളതിനാൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം. ഏതായാലും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് ഇല്ല, പക്ഷേ അതിന് സമാനമായ മഴ തന്നെ ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റപ്പെട്ട സമയങ്ങളിലാണ്, നിർത്താതെ പെയ്യുന്നില്ല, പക്ഷേ ഈ 1-2 മണിക്കൂർ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് നന്നായി പെയ്യുകയും പക്ഷേ ഇതുവരെ ഈ പറഞ്ഞതുപോലെ രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് കൊച്ചി പോയില്ല. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം കൂടി രൂക്ഷമാകുന്നുണ്ട്. കാരണം സമയത്തിന് ഈ പറഞ്ഞതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്നത് ഇപ്പോൾ പെയ്യുന്നത് വർഷകാലം ലഭിക്കേണ്ടുന്ന മഴയല്ലാത്തത് കൊണ്ടും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തില്ല. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളൊക്കെ റോഡിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ മലിനജലമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പകർച്ചവ്യാധി ഭീഷണിയിലേക്ക് തീർച്ചയായും എല്ലായിടത്തും പനിയാണ്. ആജ്ഞ, ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോഴേ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പനിയാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏത് അറ്റത്തേക്ക് പോകുമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം, മഴ വരും എന്നറിയാത്തവരല്ല നമ്മുടെ സർക്കാരൊക്കെ. പക്ഷേ മഴ വന്നാലേ ഇത്തരമൊരു ഇങ്ങനെ പറയിപ്പിച്ചാലേ അടങ്ങൂ എന്ന രീതിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്ത സാഹചര്യമുണ്ട്. പലയിടത്തും മാലിന്യ കൂമ്പാരം ഇപ്പോഴും കിടക്കുകയാണ്. ഈ മഴ നേരത്തെ എത്തി, സാധാരണ വരുന്നതിലും നേരത്തെ എത്തി. ഇനി എന്തൊക്കെയാണ് ആ തരത്തിൽ വരാൻ പോകുന്നത് എന്നുകൂടി കണ്ട് അറിയുക തന്നെ വേണം. വ്യക്തിപരമായി എല്ലാവരും ശ്രദ്ധ പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് കോവിഡ് പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആളുകൾക്കൊക്കെ കോവിഡ് സമാനമായ രോഗലക്ഷണങ്ങളുണ്ട്. കോവിഡ് പരിശോധനയൊന്നും നടക്കുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്ന ഒരു ഭീഷണി, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഭീഷണികളുണ്ട്. മറുവശത്ത് ആരോഗ്യപരമായ ഭീഷണികളുണ്ട്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് എന്തായാലും അതീവ ജാഗ്രത വേണ്ടിവരും. കാസർഗോഡ് നിന്ന് KV ബൈജു കൂടി ചേരുന്നുണ്ട്. കാസർഗോഡ് ഇന്നും റെഡ് അലർട്ട് ഉണ്ട്. ബൈജു, എന്താണ് അവിടുത്തെ പൊതുവെ ഒരു സാഹചര്യം? ഈ കനത്ത മഴ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആശങ്കകൾ എങ്ങനെയൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലർട്ട് ആയിരുന്നു. പക്ഷേ ഓറഞ്ച് അലർട്ടാണ് ശ്രീജ. അതുകൊണ്ട് തന്നെ മഴയിൽ ചെറിയ കുറവ് കാണുന്നുണ്ട്. പക്ഷേ മലബാർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതത്തിലാക്കുന്നത് ട്രെയിൻ യാത്ര തന്നെയാണ്. 4 മണിക്കൂറൊക്കെ വൈകിയാണ് മാവേലി എക്സ്പ്രസും അതുപോലെ തന്നെ ട്രിവാൻഡ്രം എക്സ്പ്രസും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 6 മണി 7 മണിക്ക് എത്തേണ്ട ട്രെയിൻ
12 മണിക്കൊക്കെ എത്തും എന്നൊരു സാഹചര്യമാണ്. അത് വലിയ ദുരിതാവസ്ഥയാണ് ഈ മലബാറിലെ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ റോഡ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു. അതായത് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് 52 ഇടത്താണ് അപകട സാധ്യതയുള്ളത്, മണ്ണിടിച്ചിൽ ഉൾപ്പെടെ. ആ സംഭവവുമായി ബന്ധപ്പെട്ട് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ന് രാവിലെ 10 മണിക്ക് മുൻപ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. എന്തൊക്കെ പുരോഗതി ഉണ്ടായി, ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ നടത്തിയ തുടർ പ്രവൃത്തികൾ, ഇതൊക്കെ ഇന്ന് അറിയിക്കണം. അതിനുശേഷം ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനം. എന്തായാലും മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുട പിടിച്ചാണ് ലൈവ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത്രത്തോളം വലിയ ഒരു ഇരുട്ട് കൂടിയ ഒരു കാലാവസ്ഥയല്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. തീരപ്രദേശങ്ങളിൽ ഉള്ളവർ അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും തന്നെ ആരും മാറിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണെങ്കിലും എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കും എന്ന ഒരു കാലാവസ്ഥ പ്രവചനം കൂടിയുണ്ട്. നിലവിൽ ഇന്ന് മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡുള്ളത്. ശ്രീജ, ശരി. എന്തായാലും ഇന്ന് കണ്ണൂരും വയനാടും കോഴിക്കോടും ഒക്കെ റെഡ് അലർട്ട് ആണെങ്കിലും കാസർഗോഡ് ആശ്വാസമുണ്ട്. ഇന്ന് അവിടെ റെഡ് അലർട്ട് ഇല്ല. പക്ഷേ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ആശങ്കകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ വടക്കൻ കേരളത്തിലാകെ. കോഴിക്കോട് അരീക്കാടും ആലുവ അമ്പാട്ടുകാവിലും റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പക്ഷേ ട്രെയിനുകൾ ഇപ്പോഴും വൈകി ഓടുകയാണ്. ഏതൊക്കെ ട്രെയിനുകളാണെന്ന് നമുക്ക് നോക്കാം. ചെന്നൈ മംഗളൂരു മെയിൽ, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ, തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ്, ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, തിരുവനന്തപുരം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയവ വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഇന്നലെ രാത്രിയാണ് കോഴിക്കോടും ആലുവയിലും ട്രാക്കിലേക്ക് മരം വീണത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ട്രെയിൻ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുക. മിക്കവാറും ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ട്രെയിൻ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു സമയമൊക്കെ നോക്കി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. മിക്കവാറും ട്രെയിനുകളെല്ലാം വൈകി ഓടുകയാണ്.